പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മഹാന്മാരായ മനുഷ്യർ പണ്ടുകാലത്ത് എഴുതി വച്ചിട്ടുള്ള സാരോപദേശ കഥകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ കഥയുടെ പേര് കോഴിപ്പോര് എന്നാണ്. അടുത്തടുത്തുള്ള രണ്ട് വീടുകളിലും ധാരാളം കോഴികളെ വളർത്തിയിരുന്നു. അതിൽ ശക്തരായ 2 പൂവൻ കോഴികൾ ഒരിക്കൽ അംഗത്തിന് തയ്യാറായി. ആരാണ് ശക്തനെന്ന് തീരുമാനിക്കണം. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കണമെന്നതായിരുന്നു 2 പേരുടെയും ലക്ഷ്യം. അങ്ങനെ അംഗം തുടങ്ങി. കൂർത്ത കൊക്കുകളും നഖങ്ങളും രക്തപങ്കിലമായി. സടകുടഞ്ഞും ചിറകടിച്ചും അവ പൊരുതുമ്പോൾ ആകാശം പൊടിപടലത്താൽ നിറഞ്ഞു. ആർക്കെങ്കിലും ഒടുവിൽ തോൽക്കാതെ പറ്റില്ലല്ലോ. തോൽക്കുമെന്നുറപ്പായ കോഴി ഓടിക്കളഞ്ഞു. മുറിവുകളിൽ നോക്കി ലജ്ജയോടെ ആരും കാണാതിരിക്കാൻ അതൊരു മൂലയിൽ ചെന്നൊളിക്കുകയും ചെയ്തു. പക്ഷേ വിജയിയായ കോഴി അംഗസ്ഥലത്ത് നിന്ന് അഹങ്കാരത്തോടെ ചിറകടിച്ചു കൂകിക്കൊണ്ടിരുന്നു. തെല്ല് കഴിഞ്ഞ് താനാണ് വിജയിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അത് പുരപ്പുറത്ത് കയറി കൂകാൻ തുടങ്ങി. മുകളിൽ നിന്ന് ഒരു കഴുകനത് ശ്രദ്ധിച്ചു. പുരപ്പുറത്ത് നിൽക്കുന്ന കോഴിയെ തട്ടിക്കൊണ്ടു പോകാൻ എന്ത് സൗകര്യമാണ്! നിമിഷങ്ങൾക്കുള്ളിൽ അത് സംഭവിച്ചു. അംഗത്തിൽ തോറ്റൊളിച്ചിരിക്കുകയായിരുന്ന കോഴി എല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുടനെ പുറത്തിറങ്ങി വന്നു. വിജയിയെപ്പോലെ ചിറകടിച്ചു കൂകി. തൻ്റെ ഏകാധിപത്യം വിളിച്ചറിയിക്കുന്നതായിരുന്നു ആ കൂകൽ. കഥ കേട്ടില്ലേ കൂട്ടുകാരെ? എന്താണ് ഈ കഥയുടെ സന്ദേശം? അത് മറ്റൊന്നുമല്ല, അതിര് കടന്ന് അഹങ്കരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല.